മുഖത്ത് വെള്ളപ്പാടുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മുഖത്ത് വെള്ളപ്പാടുകളിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികളിലും ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമൊക്കെ വെളുത്ത പാടുകൾ നമുക്ക് കാണാവുന്നതാണ്. അത് വെളുത്ത തൊലികളുള്ള മുതിർന്നവരിലും ഈ വെള്ളപ്പാടുകൾ കാണപ്പെട്ടു വരുന്നു. ഇന്ന് അതിന് മുഖ്യ കാരണം നമ്മുടെ വയറിനുള്ളിലുള്ള വിരകൾ തന്നെയാണ്. വെളുത്ത പാടുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനടി കുട്ടികളെ ത്വക്ക് രോഗ വിദഗ്ധൻ്റെ അടുത്ത് കൊണ്ടുപോകും. അവിടെ എന്തെങ്കിലും ക്രീമുകൾ നമുക്ക് മിക്കവാറും എന്തെങ്കിലും ക്രീമുകൾ തരും. ത്വക്ക് രോഗ വിദഗ്ധർ അതിന് നിങ്ങൾ വിരക്കി മരുന്ന് കഴിച്ചുവെന്ന് നമ്മൾ കുട്ടികളോട് ചോദിക്കും. അപ്പോൾ അത് നിർബന്ധമാക്കും. ഈ വിരകളാണ് ആക്ച്വലി നമ്മുടെ മുഖത്ത് വെള്ളപ്പാടുകൾ ഉണ്ടാക്കുന്നതിന് ഒരു കാരണക്കാരൻ. മറ്റു കാരണങ്ങളും ഉണ്ടായേക്കാം. ചുണങ്ങുള്ളവരിൽ വെള്ളപ്പാടുകൾ ഉണ്ടാകും. പക്ഷെ ചുണങ്ങിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ചുണങ്ങിൻ്റെ വളർച്ച സ്ലോ ആയിരിക്കും. അത് കാലക്രമേണ ഒരേ ഷേപ്പിൽ തന്നെ വളർന്നു വരും. അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും പടർന്ന് ഇതുണ്ടാകും ചുണങ്ങണമെങ്കിൽ. അതുപോലെ തന്നെ ചില മരുന്നുകളുടെ റിയാക്ഷൻ, ത്വക്ക് രോഗങ്ങൾ, ഇതൊക്കെ മുഖത്ത് വെള്ളപ്പാടുകൾ ഉണ്ടായേക്കാം. പക്ഷേ ഇത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും കാണപ്പെടും. അതുകൊണ്ട് ഈ മുഖത്ത് മാത്രം കാണുന്ന വെള്ളപ്പാടുകളുടെ യഥാർത്ഥ കാരണം നമ്മുടെ വയറ്റിലെ വിരകൾ തന്നെയാണ്. ഈ വിരകൾ ടേപ്പ് വേമാവാം, റൗണ്ട് വേമാവാം, പിൻവേമാവാം. അപ്പോൾ ഇത് 3 വിരകളും ഇതിന് കാരണക്കാർ തന്നെയാണ്. ഇത് വിരകൾ അധികമാകുകയും നമ്മുടെ ശരീരത്തിലെ ന്യൂട്രിയൻസ് കുറയുകയും ചെയ്യുമ്പോഴാണ് ഈ വെളുത്ത പാടുകൾ മുഖത്തുണ്ടാവുന്നത്. ഇത് മുതിർന്നവരിൽ, ത്വക്കിന് വെളുത്ത നിറമുള്ളവരിൽ മാത്രമേ ഈ വെള്ള നിറം കാണാറുള്ളൂ. അല്ലെങ്കിൽ കുട്ടികളിൽ ഇത് വരികയും പോവുകയും ചെയ്യും. ഈ വെള്ള നിറം, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വെള്ള നിറം പെട്ടെന്ന് ഉണ്ടാകുകയും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുകയും ചെയ്യും. നമ്മൾ വർത്തമാനം പറയാൻ പറ്റാത്ത, അത്ര എത്താത്ത, അതായത് 1 വയസ്സോ 2 വയസ്സോ കഴിയാത്ത കുട്ടികളുടെ ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ അവർ എന്ത് കളിപ്പാട്ടം കിട്ടിയാലും വായരയ്ക്ക് കൊണ്ടും, അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവർ വിരലിടും, അല്ലെങ്കിൽ പേന കിട്ടിയ പന്ത് കിട്ടിയാലും ഇത് നക്കി നോക്കും. ഇങ്ങനെ ഉള്ള കുട്ടികളിലും വിരകളുടെ അതിപ്രസരമുണ്ട്. ഇവർക്കും ഈ വെള്ള നിറം മുഖത്ത് പ്രത്യക്ഷപ്പെടാം. 1-2 ദിവസം കൊണ്ട് അതിന് രൂപമാറ്റം സംഭവിക്കുകയും അല്ലെങ്കിൽ ഇത് അപ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പോൾ ഈ വിരയ്ക്ക് എന്ത് മരുന്ന് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് അത്യാവശ്യം 1 ടീസ്പൂൺ, ചെറിയ ടീസ്പൂൺ കടുകും 1 നാടൻ താറാവ് മുട്ടയും അത് പൊരിക്കാനുള്ള വെളിച്ചെണ്ണയും മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ സ്റ്റൗ ഓണാക്കുക, വെളിച്ചെണ്ണ 1 മുട്ട പൊരിക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക, അത് ചൂടാക്കുക. ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കടുക് അതിനകത്തേക്ക് ഇടുക. കടുക് ഇട്ട് കഴിയുമ്പോൾ കടുക് പൊട്ടിത്തെറിക്കുമ്പോൾ പുറത്ത് പോകാതിരിക്കാനായിട്ട് അത് മൂടി വയ്ക്കുക. അത് മൂടി വെച്ച് കഴിയുമ്പോൾ കടുക് അതിനകത്ത് തന്നെ പൊട്ടി വീഴുകയും അതിന് ശേഷം മൂടി മാറ്റി കഴിയുമ്പോൾ ആ കടുക് പുകഞ്ഞ് തുടങ്ങും. അങ്ങനെ പുകഞ്ഞ് കരിയണം. ആ കരിയണതാണ് ഇതിൻ്റെ മരുന്ന്. കടുക് ഈ വെളിച്ചെണ്ണയിൽ കരിയണം, അതാണ് ഇതിൻ്റെ മരുന്ന്. അതിന് ശേഷം പൂർണ്ണമായി കരിഞ്ഞതിന് പുക നല്ലോണം പൊന്തിയതിന് ശേഷം ഈ താറാവിൻ്റെ മുട്ട ഈ വെളിച്ചെണ്ണയിലേക്ക് കൊത്തി ഒഴിക്കുകയും ഇളക്കി പൊരിച്ച് എടുക്കുകയും ചെയ്യുക. ഇത് 3 പേർക്ക്, 2 വയസ്സിന് മുതലുള്ള വയസ്സായവരുള്ള 3 പേർക്ക് ഇത് കഴിക്കാവുന്നതാണ് ഈ മരുന്ന്. അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. 2 പേര് കഴിച്ചാലും ഇത് കുഴപ്പമില്ല. അല്ലെങ്കിൽ 3 പേര് വരെ ഇത് കഴിക്കാം. 2 വയസ്സ് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് അതിൽ 4-1 ഭാഗം കൊടുത്താലും മതിയാവും. ഇത് ഈ 3 തരം വിരകളും നമുക്ക് നശിപ്പിക്കാൻ പറ്റും ഈ മരുന്നുകൊണ്ട്. സ്വതവേ നശിക്കുകയും പിറ്റേ ദിവസം 1-2 ദിവസത്തിനുള്ളിൽ ഈ വെള്ളപ്പാടുകൾ ഇല്ലാതാകുകയും ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഞാൻ പ്രത്യേകം 2 വയസ്സിൽ താഴെ വർത്തമാനം പറയാൻ പറ്റാത്ത കുട്ടികൾ എപ്പോഴും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളും വായയിൽ വിരലിടുകയൊക്കെ കിട്ടുന്ന സാധനങ്ങൾ നക്കുകയോ ചെയ്യുന്നവരിൽ ഈ വയറിൽ വിരയുള്ളത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ പാടുകൾ കാണണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ളവർക്കും ഈ മരുന്ന് ഉപയോഗപ്രദമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ വിളിക്കുക. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക് യു വെരി മച്ച്.